ഉച്ചമയക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ കൃത്യം 4 മണി. ശരിക്കും വിശപ്പിന്റെ വിളി വന്നിട്ടുണ്ട് കേട്ടോ. നേരെ വിട്ടു അടുക്കളയിലോട്ട് നോക്കിയപ്പോൾ ഒന്നും ഇരിപ്പുണ്ടായിരുന്നില്ല. കാലത്തെ ചുട്ടുവെച്ച 3-4 ചപ്പാത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാന്ന് കരുതി 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം. നന്നായി ചൂടായി വന്ന പാനിലോട്ട് നമുക്ക് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് സവാള എല്ലാം കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ചീസി ലവർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ മൊസറല്ല ചീസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചപ്പാത്തി അതിൻ്റെ മീതോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തിട്ടതിന് ശേഷം മറച്ചിടാം. അതിനുശേഷം കുറച്ചുകൂടി ചീസ് കൂടി ആഡ് ചെയ്തതിന് ശേഷം അതങ്ങോട്ട് ചുരുട്ടി മടക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചുരുട്ടി മടക്കി എടുത്തിട്ടുള്ള നമ്മുടെ ചപ്പാത്തി 1 സെക്കൻഡ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റാം. ഭംഗിയിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ എൻ്റെ പൊന്നോ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. ഇതുപോലെ രാവിലെ ചുട്ടുവെച്ച ചപ്പാത്തി എങ്ങനെ ബാക്കി ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല കിഡിലനായിട്ടുള്ള ഒരു ചീസി എഗ് റോൾ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള ടാറ്റ ബൈ ബൈ.